പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ലിസ്യു ഹാൾ, ചേലക്കര. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിലറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കരയിൽ അംഗൻവാടിക്ക് മുന്നിൽ അപകടാവസ്ഥയിൽ നിർമ്മാണം പൂർത്തിയാക്കാത്ത പാലം. സംഭവത്തിൽ തിരിഞ്ഞു നോക്കാതെ എംപിയും എംഎൽഎയും ചേലക്കര ഗ്രാമപഞ്ചായത്തും. ചേലക്കര സെന്ററിനോട് ചേർന്നുള്ള ചെട്ടിത്തിരവ് പാലമാണ് നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്നത്. ചേലക്കര നിയോജക മണ്ഡലം വനാതിർത്തിയിൽ സൗരവേലി സ്ഥാപിക്കാൻ എംഎൽഎ ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് UR പ്രദീപ് എംഎൽഎ. ഇതിനായി എംഎൽഎ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം ബൊലേറോ ക്യാമ്പർ വാഹനവും അനുവദിച്ചു നൽകിയിരുന്നു. ചേലക്കര തോന്നൂർക്കര UP സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പഠനോപകരണ വിതരണവും ഉണ്ടായി. തോന്നൂർക്കര മണ്ണാത്തിപ്പാറ യുവശക്തി കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു. തുടർന്ന് ആദര സദസ്സും സംഘടിപ്പിച്ചു. ക്ലബ്ബ് ട്രഷറർ സനു പുസ്തക വിതരണം നടത്തി. തിരുവല്ലോമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ മോഷണം നടന്നിട്ട് 3 വർഷമായിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. നാലമ്പലത്തിന്റെ ഓടുമാറ്റി അകത്ത് കയറി 1.5 ലക്ഷം രൂപ കവർന്ന കേസിലെ അന്വേഷണമാണ് എങ്ങും എത്താത്തത്. ക്ഷേത്രത്തിൽ CCTV ഇല്ലാതിരുന്നതാണ് അന്വേഷണത്തിന് തിരിച്ചടിയായതെന്ന് പോലീസിന്റെ വാദം. CPM അക്രമികൾക്കെതിരെ വളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് CPM പ്രവർത്തകർ നശിപ്പിച്ച കൊടിമരം പുനഃസ്ഥാപിച്ചു. INTUC കളപ്പാറ യൂണിയൻ പ്രസിഡന്റായി സന്ധ്യ സാബു തെരഞ്ഞെടുക്കപ്പെട്ടു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ സന്ധ്യ മികച്ച ഒരു കർഷകയും കൂടിയാണ്. 12 ഏക്കർ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്നുണ്ട് സന്ധ്യ. വരവൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പ്രവേശനോത്സവം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം പഞ്ചായത്ത് തല പ്രവേശനോത്സവം തലശ്ശേരി ALP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയും ശ്രദ്ധേയമായി. കൊണ്ടാഴി പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചേലക്കോട് ASLP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ വിദ്യാർത്ഥികളെ മധുരം നൽകി വരവേറ്റു. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. എന്റർപ്രണർഷിപ്പ് വിഷയത്തിലാണ് ഒഴിവ്. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദവും B.Ed സെറ്റുമാണ് യോഗ്യത. ഷൊർണൂരിൽ 4 കാലുള്ള കോഴിയെ കണ്ട കൗതുകത്തിൽ ജനങ്ങൾ. ഷൊർണൂർ മാർക്കറ്റിലെത്തിച്ച ലോഡിലാണ് 4 കാലുള്ള അത്ഭുത കോഴിയെ കണ്ടെത്തിയത്. മണ്ണാർക്കാട് ഫാമിൽ നിന്നുമാണ് ലോഡെത്തിയത്. പൂർവ്വ സൈനിക് സംഘർഷ സമിതിയുടെ തൃശൂർ ജില്ലാ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് NT ജോർജ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചേലക്കര ലിസ്യു കോളേജിന്റെ മുഖം മാറുന്നു. ആഘോഷവേളകൾ ഏതുമാകട്ടെ, വേദിയൊരുക്കാൻ ലിസ്യു ഹാൾ ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹം, വിവാഹനിശ്ചയം, പിറന്നാൾ, വാർഷികം, മീറ്റിംഗുകൾ, പഠന ക്ലാസുകൾ തുടങ്ങിയ നിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും വേറിട്ട അനുഭവമാക്കാൻ ലിസ്യു ഹാൾ നിങ്ങൾക്കായി തുറന്നു നൽകുന്നു. വിശാലവും ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഹാൾ ബുക്ക് ചെയ്യൂ, അതും അതിശയിപ്പിക്കുന്ന കുറഞ്ഞ നിരക്കിൽ. ഇഷ്ടപ്പെട്ട ഫോട്ടോ ലൊക്കേഷനുകളും ലിസ്യു ഹാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ലിസ്യു ഹാൾ, ചേലക്കര. ഫോൺ 9947771541.